ഹായ്! ഇന്നലെ രാത്രി മുതലേ നല്ല വയ്യായ്കയായിപ്പോയി കേട്ടോ. കാരണം രാത്രി ഉറങ്ങാനേ പറ്റിയിട്ടില്ല. തൊണ്ടയിലും മൂക്കിനകത്തുമൊക്കെ എന്തോ തടസ്സം ചെയ്തിരിക്കുന്ന കണക്ക് ആകെ ഒരു വെപ്രാളമായിരുന്നു. രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ രാവിലെ ഒന്ന് ആവിയൊക്കെ പിടിച്ച് ഇത്തിരി ഒരു ഉഷാറ് കിട്ടിയപ്പോഴത്തേക്കും പോണ്ടാന്നങ്ങ് തീരുമാനിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മാമ മീനുമായിട്ട് എത്തിയിട്ടുണ്ട്. അയലക്കുട്ടിയും ചാളയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചാള ഇങ്ങ് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അവന്മാരെ കയറ്റി ഒരു റൗണ്ട് അടിച്ച് മാമ തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവന്മാരുടെ ടാറ്റ കൊടുപ്പും ബഹളവും ഒക്കെ ആയിരുന്നു. അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പൂച്ചയ്ക്ക് മീനും കൊടുത്തിട്ട് ഞാനാണെങ്കിൽ അകത്തോട്ട് കൊണ്ടുവന്ന് ബാക്കി മീനിനെ എല്ലാം വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ ഇന്നലെ മാമാടെ വീട്ടിൽ നിന്ന് കുറച്ച് കുറുബാൻ ഇറച്ചി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മാമാടെ മരുമോളുടെ വീട്ടിൽ കൊടുത്തതാണ്. അപ്പോൾ താഴെയും നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒട്ടും വയ്യാണ്ടങ്ങായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ നമ്മുടെ പേരൂർക്കട ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴോ ENT ഇല്ല. പിന്നെ ജനറൽ OPയിൽ കാണിച്ചിട്ട് വീടെത്താറായപ്പോഴത്തേക്കും 1 മണിയായി. പിന്നെ നമ്മുടെ കാച്ചാണി ജംഗ്ഷനിലുള്ള പമ്മൂസിൽ കയറി ഒരു ഊണും വാങ്ങി ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ഉമ്മാക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ദാ ഇറച്ചിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. മട്ടനല്ലേ എന്തായിരുന്നാലും രാത്രി കറിയാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എന്തായാലും മീനും കൂടെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ മട്ടൻ കഴിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തായിരുന്നാലും മീൻകറി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ മീൻകറി എല്ലാം വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ മട്ടൻ വൈകുന്നേരം വെച്ചാൽ മതി. അതിനുശേഷം ഞാനും അതിലും കൂടെ ചോറ് കഴിക്കാനായിട്ട് ബാക്കി ചോറും എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ കറി വെച്ച കുറച്ച് മീൻകറി എടുത്തു കേട്ടോ. അപ്പോൾ അതിനകത്ത് പാവയ്ക്ക പച്ചടി, നമ്മുടെ ബീട്രൂട്ട് പച്ചടി, അവിയൽ, തോരൻ, ഒരു ഇച്ചിരി മരച്ചീനി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, സാമ്പാറും പരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ അവൻ്റെ ആവശ്യത്തിന് ചോറൊക്കെ എടുത്തോണ്ട് പോയി കേട്ടോ. അപ്പോൾ ബാക്കി ചോറ് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദാ രണ്ടവന്മാരും കൂടെ വെളിയിലെ കാഴ്ചകൾ കാണുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.